ഹലോ. ഇന്ന് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റുഡിയോ ഗിബ്ലി മൂവീസിലെ സ്പിരിറ്റഡ് എവേ എന്ന് പറയുന്ന മൂവിയിലൊരു സീനാണ് കേട്ടോ. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ റൂമൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചുമരിൽ ഒട്ടിക്കാനുള്ളൊരു പോസ്റ്റർ പോലെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള കളറ് ആണ് ഞാൻ ചൂസ് ചെയ്ത് അങ്ങനെ ഒരു പോസ്റ്റർ വേണമെന്നുള്ള രീതിയിൽ ഈ സീനാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് കുറച്ച് ഡക്സിൻ്റെ ഇതാണ്. ഇത് ആ മൂവിയിൽ ഈ ഡക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഡക്സൊക്കെ ഇങ്ങനെ വെച്ച് കുറച്ച് ക്യൂട്ടായിട്ട് ആ ഒരു രീതിയിലാണല്ലോ എല്ലാവരുടെയും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ മൂവിയിലെന്ന് പറയുന്നത് ഇവർ കുറച്ച് ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ സ്പിരിറ്റ്സായിട്ട് അല്ലെങ്കിൽ സ്പിരിറ്റ്സിൻ്റെ പോലെയുള്ള എന്തോ ഒരു ബീയിങ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. അതൊരു പുതിയ ഐഡിയ ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ ഇതും ഞാൻ സാധാ സ്കെച്ച് പെൻ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. പിന്നെ കുറച്ചധികം ഷെയ്ഡ്സ് ഉള്ളൊരു പാക്കറ്റ് ആയതുകൊണ്ട് ഡാർക്ക് ഷെയ്ഡ്സും അതിൻ്റെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മളിങ്ങനെ ഒരേ കളറിൻ്റെ തന്നെ ഡാർക്കും ലൈറ്റൊക്കെ യൂസ് ചെയ്താലാണ് ആ ഒരു സ്കെച്ചിനൊരു ഡെപ്ത് ഉണ്ടാവുള്ളൂ. സ്റ്റുഡിയോ ഗിബ്ലി മൂവീസിൽ സീൻസ് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് വരാറുണ്ട്, നല്ല ഭംഗിയും ഉണ്ടാവാറുണ്ട്, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. എന്നാൽ പെട്ടെന്ന് കഴിഞ്ഞതിൻ്റെ ഒരു ഫീലില്ല, നല്ല എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു ഫീല് കിട്ടുകയും ചെയ്യും. പിന്നെ ഡക്സിൽ ഡാർക്ക് ഷെയ്ഡ്സ് ആഡ് ചെയ്തപ്പോൾ കുറച്ച് അബദ്ധം പറ്റിയിട്ടുണ്ട്, കുറച്ചൊന്ന് വാളിപ്പോയായിരുന്നു. പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം ഞാനത് അങ്ങനെ വിട്ടു. എന്നിരുന്നാലും ഫൈനൽ റിസൾട്ട് അടിപൊളിയായിട്ട് കിട്ടിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു റിസൾട്ടിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അവസാനം വരെ കണ്ടതിൽ ശരിക്കും താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.